ചേട്ടൻ ഇവിടെ നിന്ന് ഫോൺ നോക്കാണോ? ഇതേ ഞാൻ മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട്, അത് വാഷ് ചെയ്തതേ തോരിടാനുണ്ട്. പെട്ടെന്നാവട്ടെ വായു. ചേട്ടാ ഇതേ പപ്പങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ, അടപ്പത്താക്കിയിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. ഓവർ കുക്ക് ആവണ്ട കേട്ടാ. നേരില്ല. പിന്നെ അതാ നാളേരം ചേരാനുണ്ട്, ദോശയിലേക്ക് ചമ്മന്തി അരയ്ക്കാനേ. അതെ ഇത്ര മതി ചെരി വയ്ക്കണേ. പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കഴുകി വയ്ക്കണം. പിന്നെ അതാ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് കുക്കർ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് റെഡിയാക്കണേ. ഉച്ചക്കിലേക്ക് കഴിക്കാനുള്ളതാ പപ്പങ്ങയും പയറ് തോരനും. പെട്ടെന്നാവണേ. വരുന്നു ചെയ്യാതൊക്കെ. പാത്രം കഴുകണം, പിന്നെ നാളികേരം ചേരുകാൻ പറഞ്ഞു. അത് നോക്കണം, നാളികേരമാണ് ഇനി ചേരുകയാണ്. നോക്കട്ടെ ഇനെന്തുട്ടാ പറഞ്ഞേ? പയറ് കുക്കറിലിടാൻ. ചിനു പയറ് കുക്കറിലിടാനല്ലേ പറഞ്ഞേ? അതെ കുക്കറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പയറ്. ശരി. എന്നാലും എൻ്റെ മോനെ രാവിലെ തന്നെ എന്തൊരു കഷ്ടപ്പാടാണ് നിനക്ക്. ഇനി ഇതൊക്കെ ചെയ്തിട്ട് വേണ്ട നിനക്ക് പണിക്ക് പോകാനായിട്ട്. നീ എന്തിനാണ് അവളെ ജോലിക്ക് വിടണ്? അവൾ പോയിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട്. അവളോട് കുണമത്തിരിക്കാൻ പറയാം, അപ്പം ഇതൊക്കെ അവൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ, അമ്മ പറയണ പോലെയുള്ള കാര്യങ്ങൾ. നല്ല പഠിപ്പുള്ള പെൺകുട്ടികളാണ് ഇവർ. പണിക്ക് പോയാൽ അവർക്കൊരു സന്തോഷമായിരിക്കുള്ളൂ. വെറുതെ അടുക്കളയിൽ അടിഞ്ഞൂടി കിടക്കേണ്ടവരല്ല. അതിരാവിലെ എന്നിട്ട് അടുക്കളയിൽ പണിയെടുക്കണതാണ്. പിന്നെ ഞാനധികം പണിയെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് തന്നെ മേടിക്കാമല്ല. ഒരാളുടെ അടുത്തും കൈ നീട്ടേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ പണിക്ക് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മോശമാവും. പോയി പണിയെടുക്കട്ടെ എന്ന് നമ്മ അങ്ങനെ ചിന്തിച്ചാൽ മതി, കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. വല്ലാത്തൊരു പരവശം. ഒരു ചായ കിട്ടാനിനി ഞാൻ ആരോടാ ചോദിക്കണ്ടേ? അമ്മയ്ക്കൊരു ചായയല്ലേ വേണ്ടു? ഞാനിപ്പം ഉണ്ടാക്കിത്തരാം. ഇതൊന്നും ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിത്തരാം. അവിടെ ഇരുന്നോ, അപ്പോൾ കൊണ്ടാട്ടാ. ചില നേരായി വേഗം ഇറങ്ങാൻ നോക്കോ. അല്ല അമ്മക്ക് ചായ വേണമെന്ന് പറയണ പോലെ തോന്നിയാ ഞാൻ റെഡി ആയിക്കൊണ്ട്. എന്നാലും രാവിലെ തന്നെ അമ്മ പറഞ്ഞു. അതൊക്കെ അങ്ങനെ പറയും, അതൊന്നും കാര്യാക്കണ്ട. ഇറങ്ങിക്കോ, ബാക്കി ഞാൻ റെഡി ആയിക്കോണ്ട് കേട്ടാ. ശരി.